നിങ്ങൾ സാധാരണ ഒരു ബാങ്കിലൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എത്രയാണ്? ഇപ്പോൾ ഒരു 5-5.5% ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ളത്. നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ നമ്മൾ ഇടുന്ന പൈസയ്ക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ 7.4 എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടുകയും. വിരമിച്ചവരും വിരമിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ എപ്പോഴും ഉറ്റുനോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വലിയ റിട്ടേൺ ഒന്നുമില്ലെങ്കിലും അവരുടെ നിക്ഷേപിക്കുന്ന തുക നഷ്ടമില്ലാതെ വളരെ തെറ്റില്ലാത്തൊരു ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അവർ സന്തോഷവാന്മാരാണ്. അങ്ങനെ റിട്ടയർ ആവാൻ പോകുന്നവരും റിട്ടയർ ആയിട്ടുള്ളവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സ്കീം പോസ്റ്റ് ഓഫീസിലും ബാങ്കുകളിലും ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. സീനിയർ സിറ്റിസൺസ് ആയവർക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റോടു കൂടി നിക്ഷേപിക്കാൻ വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് തരുന്ന ഒരു സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം. പ്രധാനപ്പെട്ട ബാങ്കുകളിലും എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും നിങ്ങൾക്ക് ഈ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം ആരംഭിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ 60 വയസ്സ് തികഞ്ഞിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ 55 വയസ്സ് തികഞ്ഞിട്ട് VRS എടുത്തിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ 50 വയസ്സിൽ തികഞ്ഞിട്ട് ഡിഫൻസിൽ നിന്ന് ആർമി, എയർഫോഴ്സ്, നേവി, അതുപോലെ CRPF അതുപോലുള്ള ഡിഫൻസ് സർവീസുകളിൽ നിന്ന് നിങ്ങൾ റിട്ടയർ ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിരക്കിൽ 7.4% പലിശ നിരക്കിൽ പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും ചേരാൻ പറ്റുന്ന ഒരു വളരെ നല്ല ഡെപ്പോസിറ്റ് സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം. ഇത് നിങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ, അതായത് മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ ഈ മാസങ്ങളുടെ അവസാനത്തിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസത്തേക്ക് 1850 രൂപ 3 മാസത്തെ പലിശയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷമാണ്. നിങ്ങൾക്ക് 1000 രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നിങ്ങൾക്ക് ഒന്നിലധികം അക്കൗണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പല സ്ഥലങ്ങളിലായിട്ട് എടുക്കാം. ജോയിൻ്റ് അക്കൗണ്ടായിട്ട് നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേര് കൂടെ ചേർത്തുകൊണ്ട് ജോയിൻ്റ് അക്കൗണ്ടായിട്ടും എടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ നമ്പറിൽ മാക്സിമം സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാഷായിട്ട് നിങ്ങൾ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ മാത്രമേ ക്യാഷായിട്ട് സാധാരണഗതിയിൽ സ്വീകരിക്കുകയുള്ളൂ. അതേസമയം അതിൽ കൂടുതൽ എമൗണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി ചെക്ക് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻസ് നടത്തുക, അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻസ് നടത്തുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80C ബെനിഫിറ്റ്, അതായത് സെക്ഷൻ 80C ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്ക് സെക്ഷൻ 80C ബെനിഫിറ്റ് പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറവ് കാണിക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരു 6.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപ ഈ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൽ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 6.5 ലക്ഷം രൂപയിൽ നിന്ന് ഈ 1.5 ലക്ഷം രൂപ 80C ബെനിഫിറ്റ് വഴി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് കിട്ടുന്ന ഇൻകം ടാക്സ് എമൗണ്ട്, ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം എമൗണ്ട് 5 ലക്ഷമായിട്ട് മാറുകയും 5 ലക്ഷം എന്ന് പറയുന്നത് ടാക്സബിൾ ലിമിറ്റിൽ പെടാത്തതുമായതുകൊണ്ട് നിങ്ങൾ 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. ഇത് നോമിനേഷൻ മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോമിനിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് പണം കിട്ടുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നോമിനേഷൻ എന്ത് വന്നാലും കൊടുക്കുക. അതുപോലെ ഇതിപ്പോൾ പോസ്റ്റ് ഓഫീസിലാണ് നിങ്ങൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റുന്നതിനായിട്ട് സാധിക്കും. സെയിം കാര്യം തന്നെ നിങ്ങൾ ബാങ്കുകളിൽ, പൊതുമേഖലാ ബാങ്കുകളായാലും സ്വകാര്യ ബാങ്കുകളായാലും അവിടെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് തുടങ്ങാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾക്ക് ഇത് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ഓൾറെഡി ഈ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് കാലാവധി 5 വർഷമാണ് എന്ന് പറഞ്ഞല്ലോ അല്ലേ. ഇത് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻവലിക്കുന്നതുകൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ സമയം പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. 1 വർഷത്തിനുള്ളിൽ പിൻവലിക്കാൻ സാധിക്കില്ല.
1 വർഷത്തിന് മേളിലും 2 വർഷത്തിന് താഴെയുമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 7.4 നിന്ന് 1.5% കുറച്ചിട്ട് 5.9% ഇൻട്രസ്റ്റ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതേസമയം തന്നെ 2 വർഷത്തിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ 2 വർഷത്തിന് 5 വർഷത്തിന് ഇടയ്ക്കാണ് നമ്മളിത് പിൻവലിക്കുന്നത് എന്നുണ്ടെങ്കിൽ 7.4 നിന്ന് 1% കുറച്ചിട്ട് 6.4% ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ മെച്യൂരിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം എമൗണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. അതായത് 3 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 8ാം വർഷം തിരിച്ചെടുക്കുന്ന രീതിയിലാക്കാം. പക്ഷേ ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മളുടെ മെച്യൂരിറ്റിക്ക് ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെച്യൂരിറ്റി ഡേറ്റ് വരെ, അതായത് ഇന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെയുള്ള ഇൻട്രസ്റ്റ് മാത്രമേ ബാങ്കായാലും പോസ്റ്റ് ഓഫീസായാലും തരുള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതല്ല നമ്മൾ മറന്നുപോയി 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പൈസ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് കിട്ടും, ബാക്കിയൊന്നും നമുക്ക് കിട്ടില്ല. ഇനി ഈ ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരില്ല. അതിനായിട്ട് നിങ്ങളൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്കിപ്പോൾ ബാങ്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിലെ ഈ അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് 3 മാസം കൂടുമ്പോൾ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ വരണം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് എൻ്റെ പോസ്റ്റൽ സേവിങ്സ് അക്കൗണ്ടിൽ വരണം എന്ന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതാത് മാസങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ടാക്സ് TDS ആയിട്ട് പിടിക്കുമെന്നുള്ളതാണ്. അതായത് TDS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾക്ക് ലാഭമായി കിട്ടുന്ന ആ ഇൻട്രസ്റ്റ് 40,000 രൂപയിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ 10% TDS പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മുതലിന് TDS ഒന്നുമില്ല, ഇൻട്രസ്റ്റിന് മാത്രമേ TDS ഉള്ളൂ. അങ്ങനെ ഇൻട്രസ്റ്റ് TDS പിടിക്കാതിരിക്കുന്നതിനായിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ഒരാളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫോം 15G എന്ന് പറഞ്ഞിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കുക വഴി നമ്മൾക്ക് ആ TDS ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ സാധാരണ ഒരു ബാങ്കിലൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എത്രയാണ്? ഇപ്പോൾ ഒരു 5-5.5% ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ളത്. നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ബന്ധു സീനിയർ സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം ചേർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പൈസയ്ക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ 7.4 എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് RupeeMonk സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പറാണ് 8848030018. അതോടൊപ്പം തന്നെ മറ്റുള്ള പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് ആ 2 ബട്ടണുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.